വെള്ളിമുകിൽ കുഞ്ഞുപോലെ അന്നൊരു നാൾ വന്നതല്ലേ കണ്ണുനീരിൻ വെണ്ണയോടെ പുഞ്ചിരിപ്പാൽ തന്നതില്ലേ. നമ്മള് ഡൽഹിക്ക് പോവാണ്. റെഡിയായി. എല്ലാരും ഉറക്കത്താ. ഉറങ്ങിട്ടേ ഇല്ല. ഞാൻ 1 മണിക്കൂറെങ്കിലും. ഇപ്പൊ സമയം 5 മണിയായി. കോളേജിൽ നിന്ന് ബസ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോ ഇഷ്ടത്താണ് ഞാൻ. നമ്മളുടെ ഈ IB എന്നൊക്കെ പറയുന്നത് നമുക്കൊരു 3rd സെമസ്റ്ററോ അല്ലെങ്കിൽ 4th സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴേ കിട്ടേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം IB കിട്ടാൻ കുറച്ച് ലേറ്റായി. 6th സെമ്മിൽ IB കിട്ടുന്നത് തന്നെ. അപ്പോൾ സെമസ്റ്ററിൻ്റെ ഇടയിലാണ്. അറ്റൻഡൻസ് കമ്പൽസറി ആയതുകൊണ്ട് മാത്രം നമ്മൾ IBക്ക് പോവാണ്. നമ്മൾ ബസ്സിൽ കയറി. ഇനി എന്താണ്, നമ്മൾ ശരിക്കും IBക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് ട്രിപ്പ് ഒന്നല്ല, പോയി ഇൻഡസ്ട്രി ഒക്കെ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ആനന്ദത്തില് ട്രിപ്പ് കഴിഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഒരു ചെറിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ലാപ്ടോപ്പ് ബാഗ് ചെറുതായി ഒന്ന് കോളേജിൽ വെച്ച് മറന്നുപോയി. അപ്പം നൗഫൽ വരുമ്പോൾ എടുക്കും. ഞാൻ ഇങ്ങനെ ഒരു ബാഗ് ഇങ്ങനെ മറക്കുവാന്നൊന്നും അറിയില്ല. അയ്യോ, ഇത് ഏച്ചി കേൾക്കേണ്ട കലമ്പു. ഞാനിങ്ങനെ ഒരു ബാഗൊക്കെ മറന്നു പോകാൻ എനിക്ക് അറിയില്ല. ഉറക്കത്തായോണ്ടാണോന്നും അറിയത്തില്ല. ഞാൻ മറന്നുപോയി, വിശന്നിട്ടാണോന്നും അറിയത്തില്ല. നൗഫൽ വരുന്നുണ്ട്. നൗഫൽ വരുമ്പോൾ എടുക്കുന്നതായിരിക്കും. എല്ലാം സോർട്ടഡ് ഗൈസ്. ഒരു 7 ആകുമ്പോഴേക്കൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ബിസ്ക്കറ്റും എന്തൊക്കെയോ വാങ്ങി, ചായയൊക്കെ ഇവർ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്തു. മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൽ കുറുമ്പുകൾ കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. മുടിയൊക്കെ ശരിയാക്കി ഡൽഹി പോവാണ്. IBക്കാണ് പോകുന്നത്. അതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞടാ. എനിക്ക് സത്യമായിട്ട് അറിയത്തില്ല ഒരാൾക്ക് എങ്ങനെയാ ബാഗൊക്കെ മറക്കാൻ പറ്റുകയെന്ന്. നൗഫൽ ബാഗൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ആകെ ഓടി ചാടി കതച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഗൈസ്, നല്ല ഉറക്കം ഉറങ്ങി. സമയം 2:45. നല്ല ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഉറക്കം. എന്റെ കൂടെ എനിക്ക് കൺഫേമാ. എനിക്കും ആരുണ്ടായിരുന്നില്ല. നൗഫലിന് ആ സീറ്റ് കിട്ടിയോണ്ട് നൗഫൽ കൊറേ നേരം അതിൽ ഉറങ്ങി. എന്നിട്ട് പിന്നെ നിന്റെ അടുത്ത് വന്ന ഒരാൾ നിന്റെ ബാഗ്, നിന്റെ B1 ഇതിലല്ലേ? എന്താ നീ പറഞ്ഞ ചെരുപ്പ് ഇവിടെ? செருப்பு தெரியா டென்ஷன் பண்ணாத. அப்ப ഈ ചെരുപ്പ് എന്തോ നിന്റെ പ്രശ്നം? அவனுக்கு வேணும் நீ ലഗേജ് എടുക്കാൻ. നീ എന്താ ബാഗ് செருப்பு தெரியா இல்லையா? நீ உட்காந்து நினைக்கிற എന്റെ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൽ കുറുമ്പുകൾ കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. വിശന്നിട്ട് വയ്യ ഗൈസ്, ശരിക്കും വിശന്ന് പണ്ടാരടി. ലിപ്സ്റ്റിക് കൊണ്ട് വെക്കണം. ഇവിടെ കാണാൻ കുറച്ചൊരു മേനയുണ്ട്. ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടു ഗൈസ്. വിശക്കുന്നു. യൂട്യൂബില് ലൈവ് പോയാലോ?
മൂത്തവർ നോക്കി വെച്ചേക്കണം നെല്ലിക്ക നമ്മൾ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ചൈത്രം സ്വപ്നം ചലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ചൈത്രം സ്വപ്നം ചലിച്ചെഴുതിയതാണെന്നോ ഉഷസാം പെൺകിടാവേ നിന്റെ ചിത്രം. ഇതുവരെ എന്തേ കണ്ടില്ല ഞാൻ കവിള. അതുകൊണ്ട് രാഗപരാഗങ്ങൾ നിന്നിലെ നീഹാര ബിന്ദുവിൽ ഞാൻ സൂര്യനായി വന്നൊളിച്ചിരുന്നേ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാൽ ഇവളാണല്ലോ എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. രാവിലെ ആയി ഗൈസ്. ഇങ്ങനെ നോക്കുന്നു എനിക്കറിയില്ല. ബട്ട് പുതിയ പിമ്പിൾസ് വന്നു. ഇത് വലുതാവുണ്ട്, ഇവിടെ ഇതും വലുതാവുണ്ട്, സങ്കടമുണ്ട്. പക്ഷെ സാരമില്ല. ഇന്ന് വൈകുന്നേരം ട്രെയിൻ ഇപ്പോഴും 4 hours ഡിലേ ആണ്. വൈകുന്നേരം യാത്ര എത്തുള്ളൂ. മഞ്ചൂരിയൻ മാഗിയും കപ്പ് നൂഡിൽസ് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല ആക്ച്വലി. അപ്പൊ ഇവർ പൈസക്ക് വേണ്ടി പയ്യനോട് ഇരന്നോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് നമ്മുടെ ഒരു അങ്ങനത്തെ ഒരു സുഹൃത്തുക്കളെ ക്യാഷ് എടുക്കാനുള്ള ഒരു കുറ്റബോധത്തോടുകൂടി പൈസ ഇല്ലാന്നുള്ളൊരു കുറ്റബോധത്തോടുകൂടി റസലിന്റെ ആയ ഒരു യാത്ര പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്നാണ് റസൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇമോഷനിലൂടെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കാവേഷ് എന്തുകൊണ്ടാണ് പൈസ ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവരെ കയ്യിൽ പൈസ ഇല്ല? ഇവർ ഇത്രയും കാലം എവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് വയ്യോടെ ആ ഒരു ഇമോഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവരൊക്കെ ഒന്നും അറിയാണ്ടിരിക്കുന്നത് നിവേദിക ചെമ്മീൻ പോലെ ചുരുണ്ട് കിടക്കുകയാണ്. നമുക്ക് കിട്ടിയ റൂം കുറച്ച് ഷോക്കാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ബാക്കി ആർക്കാക്കാം. ഡൽഹിയിലെത്തി. നമ്മളിനി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കാൻ പോവാ. എന്തെങ്കിലും കഴിക്കണം. ഇന്നലെ വൈകുന്നേരം കഴിച്ച ഒരു പിസ്സയാണ് മര്യാദക്കൊന്ന് കഴിച്ചത്. അപ്പൊ അത് തന്നെ. അപ്പൊ നമ്മള് പുതിയ ഹോട്ടല് നോക്കിക്കൊണ്ടിരിക്കുക. ഫുഡും കഴിക്കണം. എന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ. കണ്ണുനീരും പെണ്ണയോടെ പുഞ്ചിരിപ്പാൽ തന്നത്